ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഒരു ഷെൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഇത് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് കിടന്നാലോ. നമ്മളിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് കസ്തൂരി മേത്തി ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. ഇത് മിക്സ് ആയതിനു ശേഷം നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ഒരു പിടി പോലെ വരും. അതുവരെ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വരും. ഇനി നമുക്ക് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആവണം. ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവ് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് ചെറിയ ബോൾസ് എടുക്കുക. അത് കുറച്ചൊന്ന് നീളത്തിൽ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോർക്കിൻ്റെ പിൻഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റോൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലൈൻസ് പോലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ല ഷെല്ലിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ, ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഷെൽസ് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. അപ്പോഴാണ് നല്ല ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഷെൽസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്സൊക്കെ ഇതിൻ്റെ കാണാം. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഷെൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.